പടിക്കൽ മറ്റൊരു വലിയ ശബ്ദം കേൾക്കുന്നത്. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായി. എന്താണ് ആ ശബ്ദം? ആശ്ചര്യപൂർവം മഹാഘോഷങ്ങൾ കേട്ട ആ ദിക്കിലേക്ക് ആളുകൾ നോക്കുമ്പോൾ ദ്വാരപാലകർ ഒരുക്കിക്കൊടുത്ത വഴിയിലൂടെ ജന്മസിദ്ധമായ കവചകുണ്ടലങ്ങൾ അണിഞ്ഞ് അതീവ തേജസ്വിയായ ഒരു യുവാവ് അവിടേക്ക് നടന്നു വരുന്നു. അത് മറ്റാരുമല്ല, കർണൻ. കർണൻ എന്ന കഥാപാത്രത്തെ അദ്ദേഹത്തിൻ്റെ അതേ യോഗ്യതയിൽ തന്നെയാണ് വ്യാസൻ അവതരിപ്പിച്ചത്. അർജുനനു വേണ്ടി എഴുതിയ തൂലിക ഒരല്പം പോലും കുറയാതെ തന്നെ കർണനു വേണ്ടിയും അദ്ദേഹം ചലിപ്പിച്ചിട്ടുണ്ട്. ഓജസ്, തേജസ്, കാന്തി എന്നിവ കൊണ്ട് സൂര്യനും ചന്ദ്രനും ഒക്കുന്ന തരത്തിൽ ഉള്ള ഒരു യുവാവായിട്ടാണ് ആ കർണനെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ ആളുകളെമ്പാടും നോക്കി നിൽക്കെ, ഹർഷോന്മാദത്തിലായി നിൽക്കെ ആ വീരയോദ്ധാവ് ആ രണഭൂമിയിലേക്ക് എത്തിച്ചേർന്നു, അല്ലെങ്കിൽ ആ അരങ്ങേറ്റ ഭൂമിയിലേക്ക് എത്തിച്ചേർന്നു. അദ്ദേഹം അവിടെ വെച്ച് പരസ്യമായി തന്നെ അർജുനനെ വെല്ലുവിളിച്ചു. ഹേ അർജുന, നീ ചെയ്ത കൃത്യങ്ങളൊക്കെ ഇതിലും ഭംഗിയായി ഞാൻ ചെയ്തു കാണിച്ചു തരാം. നീ അത്ര ഞെളിയേണ്ട കാര്യമൊന്നുമില്ല എന്ന് അർജുനനെ വെല്ലുവിളിച്ചു. എന്നിട്ട് ആചാര്യന്മാർ നോക്കി നിൽക്കെ അവിടെ ഒരു പ്രയോഗമുണ്ട്. വേദിയിലേക്ക് കടന്നു വന്ന കർണൻ ദ്രോണരെയും ദ്രോണ കൃപാചാര്യന്മാരെ അധികം വഴങ്ങാതെ വന്ദിച്ചു എന്നൊരു പ്രയോഗം വ്യാസൻ നടത്തുന്നുണ്ട്. അപ്പോൾ കർണൻ അറിയാം, ആരുടെയും കാൽക്കൽ അമിതമായി കുമ്പിട്ട് നേടിയതല്ല താൻ ആർജിച്ചെടുത്ത വിദ്യ, അത് തൻ്റെ അധ്വാനത്താലാണ് എന്ന് കർണന് നന്നായി അറിയാം. ഏകലവ്യന് പറ്റിയതുപോലെ ഒരബദ്ധം തനിക്കുണ്ടാവരുത് എന്നും ഒരുപക്ഷെ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് വ്യാസൻ പ്രയോഗിച്ചത് കൃപരെയും ദ്രോണരെയും ഒക്കെ ഏറെ വഴങ്ങാതെ വന്ദിച്ചു എന്ന്. വന്ദിക്കുകയും ചെയ്തു, അധികം താണ് വണങ്ങിയതുമില്ല. അങ്ങനെ അരങ്ങേറ്റ ഭൂമിയിലെത്തിയ കർണൻ, സൂര്യനെ പോലെ ശോഭിക്കുന്ന ആ കർണൻ അർജുനൻ ചെയ്ത എല്ലാ വിദ്യകളും അതിനേക്കാളേറെ മനോഹരമായി ചെയ്തു കാണിക്കുന്നു. വീണ്ടും രംഗഭൂമി വളരെ അതിൻ്റെ ആ ആരവമൊക്കെ മങ്ങിയ ആ രംഗഭൂമി വീണ്ടും ഉണർന്നു കർണൻ്റെ ഈ പ്രകടനം കണ്ടപ്പോഴേക്കും.